ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26-നാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതു തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ 3-ാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു. Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, S ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത് ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വ ശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു
മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിന്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1977 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പു റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലേ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അപ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ग्लोबल सिचुएशन का फायदा उठा के कुछ लोगों ने आर्टिफिशियल शॉर्टेजेस करने की कोशिश की है, तो एकदम हमने उस पर क्रैकडाउन कर दिया. कोई कमी नहीं है, ना CNG की कमी है, ना पाइप गैस जो लोगों के घरों में जा रहे हैं. इनफैक्ट LPG के हम कन्वर्ट कर रहे हैं इनटू PNG कनेक्शन. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണ തീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് US നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2ാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.